ഹലോ ഫ്രണ്ട്സ്, വെക്കേഷൻ എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമിഴ്നയിൽ കണ്ട പോലെ തന്നെ കാണാൻ ധൈര്യമുള്ളവർ, എന്താ പറയുക, മനക്കെട്ടില്ലാത്തവർ കാണരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഭാഗം ആ സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനൊക്കെ ഫീഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യ ഭാഗം നമ്മളിവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്നതാ. നമ്മൾ 2-3 ദിവസം കൊണ്ട് നല്ലൊരു വെയിൽ കിട്ടിയ ദിവസമാണ്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നോക്കിയേ. നമ്മുടെ ബ്രഹ്മനെല്ലാം കണ്ട എന്താ ഉഷാറ് നോക്കിയേ. അതുപോലെ നമ്മുടെ ക്രസ്റ്റഡ് ഡക്ക് കാര്യങ്ങൾ എല്ലാവരും അവിടെ എല്ലാവരും പോയി നിൽക്കുന്നതെന്ന് മനസ്സിലായാ. നമ്മുടെ സിജിയേച്ചി ഇതാ സ്വാനിന് ഫുഡ് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. ഒരു ഇഗ്വാനാണ് നിൽക്കുന്നതാണ് വേണ്ട. എല്ലാവരും വെയിലത്ത് പോയിട്ട് നിൽക്കുന്നത് കറക്റ്റ് കിട്ടിയതുകൊണ്ട് അതാ കുറച്ച് അവിടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒരാൾ ഒതുക്കി കൊണ്ടുവരുന്നു. അതാ എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് അടിക്കുന്ന. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിഞ്ഞാണ്. ഇത് ഇടയിലൊരു തട്ടുണ്ട്. ക്രസ്റ്റഡൊക്കെ കഴിക്കുന്നുണ്ടാ? അതാ ഒരാളപ്പുറം പോയിട്ടുണ്ടായി. ഇത് 2 ഫീമെയിലും 1 മെയിലും ആണേ. മനസ്സിലാകുന്നുണ്ടാവില്ലേ ഏതാ ഫീമെയിൽ ഏതാ മെയിലെന്ന്? പിന്നെ അറിയുന്നവർ കമൻറ്റ് ചെയ്തു. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എങ്ങനെയെന്ന്. താറാവിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവാനുള്ളൊരു മെത്തേഡാണ്. നമ്മുടെ ഈ വാലിൻ്റെ അറ്റത്ത് മെയിലിനിങ്ങനെ ചുരുണ്ടിട്ടുണ്ടാവുന്നുണ്ടാ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഈ മെയിലിനെ കണ്ട, മെയിലിനിതാ ഏറ്റവും വലത്ത് ഭാഗത്തുള്ള മെയിലിൻ്റെ വാലറ്റ് ഞാൻ ജസ്റ്റ് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. കണ്ടാ, ഇതേപോലെയാണ് മെയിലിനുണ്ടാവുക. മെയിലിനിങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഫീമെയിലിനാകുമ്പോൾ നേരെ ഉണ്ടാവുക. മനസ്സിലായാ? അത് താറാവിനെ ഏറ്റവും ഈസി ആയിട്ട് മെയിലും ഫീമെയിലും മനസ്സിലാക്കാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ബ്രഹ്മ രണ്ടും മെയിലാണേ. നമ്മുടെ കയ്യിലുള്ള ബ്രഹ്മ അത് ഫീമെയിൽ നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ടില്ല. പിന്നെ ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം ഭാഗം വൃത്തിയിടാവും. അപ്പോൾ ഇടയ്ക്ക് ഫീമെയിലിൻ്റെ അടുത്തേക്ക് നമ്മൾ മെയിലിനെ കൊണ്ടുപോയേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുപോലെ നമ്മൾ ബ്ലാക്ക് സ്വാനെ കാണിച്ചിട്ട് കുറേ ആയില്ലേ. അപ്പോൾ നമ്മൾ വൈറ്റ് സ്വാൻ എടുത്തൊന്നും ആരും ചോദിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. വൈറ്റ് സ്വാൻ്റെ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്നറിയോ? ആർക്കും അറിയോ? അപ്പോൾ വൈറ്റ് സ്വാന് നമ്മൾ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞാലും തന്നെ നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അത് നമ്മൾ നിരോധിതമായിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് വളർത്താൻ അനുവദനീയമല്ലാത്ത വന്നപ്പോൾ ഞാൻ അതിനെ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ വീഡിയോയിലൊന്നും പിന്നെ ഉൾപ്പെടുത്തിയില്ല. എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്വാൻ നമുക്ക് വളർത്താൻ പാടില്ല. നമ്മൾ മ്യൂട്ട് സ്വാൻ എന്ന് പറയും. മ്യൂട്ട് സ്വാൻ നമുക്ക് വളർത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ റിട്ടേൺ വിടുക ചെയ്തത്. അതാണ് നമ്മൾ വൈറ്റ് സ്വാൻ ഇപ്പോൾ കാണാത്തത് കേട്ടോ. ഒരു മെയിൽ ഉണ്ടായിട്ടില്ലേ, നല്ല രസമാണ്. അതുപോലെ ബ്ലാക്ക് സ്വാൻ്റെ ഡബിൾ ഉണ്ട് കേട്ടോ, നല്ല സൈസുമാണ്. അതുപോലെ ഇപ്പം നമ്മൾ ഈ സ്വാൻ്റെ പോണ്ടിൽ വെള്ളം നമ്മൾ മാറ്റാറേ ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ എന്താ മാറ്റാണ്ടിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വലിയൊരു ഫിൽറ്ററും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് ഈ മേലിൽ ഇങ്ങനെ വീഴുന്നത് കാണുന്നത് കേട്ടോ. ഇത് ഫിൽറ്റർ ചെയ്തിട്ട് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പം വെള്ളം നല്ല നീറ്റായിട്ടുണ്ടാവും. പിന്നെ നല്ലോണം അഴുക്കാകുമ്പോൾ മാത്രമാണ് നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നെട്ടർ ഫിഷെല്ലാം കണ്ടോ, വലിയ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതുണ്ടോ സ്വാൻ്റെ സൈസ് തന്നെ ഏകദേശം ഉണ്ട് കേട്ടോ. അത്രയും വലുതാണ്. 2 നെട്ടറിനൊക്കെ ഉണ്ടോ, 2 നെട്ടറും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. നല്ല സൈസുള്ള നെട്ടറാണ്, നല്ല രസമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വാല് നമ്മുടെ പ്ലാറ്റിനം കാർ കടിച്ച് മുറിച്ചിട്ട് നമ്മൾ ഇതിനൊക്കെ കൊണ്ടിട്ടാണ്. ഇപ്പോൾ ഇതിനൊക്കെ സെറ്റ് ആയിട്ടോ. വാലൊക്കെ അത്യാവശ്യം വന്ന് ശരിയാകുന്നുണ്ട് കേട്ടോ. കണ്ട, ഓക്കെ. അതുപോലെ നമ്മുടെ മുന്നേ മാൻഡറിൻ ഡക്കും അതുപോലെ വുഡൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഇവിടെ തന്നെ ഉണ്ട്. വുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ സിൽവർ വുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മാൻഡറിൻ ഡക്കിനെ നമുക്ക് വളർത്താൻ അനുവദനീയമല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വാൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് വളർത്താൻ അനുവദനീയമല്ലാത്തതിനൊന്നും നമ്മൾ വളർത്തുന്നില്ല. എല്ലാം നമുക്ക് എന്താ പറയുക, പരിവേഷി ലൈസൻസ് ഉള്ളത് മാത്രമാണ് നമ്മൾ വളർത്തുന്നത്. ബാക്കി നമുക്ക് എന്താ പറയുക, ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ജീവികളാണത്. അത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇല്ലതിനെ ഒഴിവാക്കാനല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ മാൻഡറിനെ നമ്മൾ ഇവിടുന്ന് വിട്ടിടാം. അപ്പോൾ അതാണ് മാൻഡറിനെ ഇപ്പോൾ വീഡിയോയിൽ നിന്ന് കാണാത്തത്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മൾ കുറേ നാളായി നമ്മുടെ ഇവരെ കാണിച്ചിട്ട് എംപറർ സ്കോർപ്പിയോൺ ഇതാ നമ്മളെ UV എഫക്റ്റ് തന്നെ കാണിച്ചു തരാം. എന്താ ഏതാ കളർ നോക്കിയേ. അടുത്ത ക്യാരിങ് വന്നിട്ടാ. ഓടാ അതാ
ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയത്ത് കത്തിച്ച് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ആൾക്കാർക്ക് ആ എഫക്റ്റ് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ കറണ്ടുല ഷെഡിങ്ങെല്ലാം കഴിഞ്ഞ് നല്ല സെറ്റായി മൊഞ്ചനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ കറണ്ടുല എടുക്കുമ്പോൾ നമ്മൾ നേരെ പറ്റി ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല കടി കിട്ടും കേട്ടോ. അതൊന്ന് തൊട്ട് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എടുക്കണോ? ജസ്റ്റ് കയ്യിലെടുക്കണോ? ആ ആ ആ ആ വലുതായല്ലേ? നമ്മൾ അന്ന് വീഡിയോയിൽ കാണിക്കുമ്പോൾ എത്ര ചെറുതാണ്. ഇതിപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. എൻ്റെ ഷെഡിങ് കഴിഞ്ഞിട്ട് മറ്റേ സ്കിൻ അങ്ങനെ റിമൂവ് ചെയ്ത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചു, ജസ്റ്റ് കാണിച്ചു തരാം. അതിങ്ങനെ ആ സമയത്ത് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. ആ സ്ട്രെസ്സെല്ലാം കഴിഞ്ഞ് റിലീസായി. പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ആൾ കൂളാവും. ആ സമയത്ത് ഇവർക്ക് ഇതൊന്നും ബലം ഉണ്ടാവില്ല. തൊട്ട് കഴിഞ്ഞാൽ അങ്ങ് മെൽട്ടായി പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ തൊടാനൊന്നും പാടില്ല. ആ സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉറപ്പും കാര്യങ്ങളിലും വരും. ഇവർക്ക് എല്ലില്ലല്ലോ, അതുകൊണ്ടില്ലേ എന്താ പറയുക, എങ്ങനെ എടുക്കുന്ന നോക്കി വീട്ടിലാക്കാം അല്ലേ? പോട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു സംഭവം കാണിച്ചല്ല. നമ്മൾ ഈ അരാപ്പൈമൻ്റെ ടാങ്ക് ഉണ്ടാ, ഇതിൽ വെള്ളത്തിൽ ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം തോന്നുന്നുണ്ടോ? ഈ ടാങ്ക് നോക്കിയേ, ഇപ്പോഴത്തെ ടാങ്ക് നോക്കിയേ. ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടാണ് ചെറിയ പിന്നെ ആ ഫീഡിങ് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ട് ചെറിയൊരു ഇതില്ല, എന്നാലും അതിൻ്റെ ക്ലാരിറ്റി നോക്കിയാൽ ഭയങ്കര ക്ലാരിറ്റി ഇല്ല, നല്ല ക്ലാരിറ്റി ഇല്ലേ? നമ്മുടെ പ്ലാറ്റിനം കാറിനൊക്കെ ഉണ്ടാ കൂടുതലെടുത്ത് നല്ല അങ്ങനെയുണ്ട്, നല്ല സൈസായില്ലേ? ഇപ്പം എൻ്റെ കൈ വെക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും സൈസ്. എന്താ നല്ല കിഡിലോസ്കി ആയി, അടിപൊളിയല്ലേ സംഭവം? എങ്ങനെയുണ്ട്? അതേപോലെ തന്നെ നമ്മുടെ അരാപ്പൈമൻ്റെ പുതിയൊരു ഫിൽട്ടർ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എവിടെ ഫിൽട്ടർ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ താഴത്താണ്, ഇതിൻ്റെ താഴത്ത് ഫുള്ള് ഫിൽട്ടർ യൂണിറ്റും കാര്യങ്ങളെല്ലാം ഉള്ളത് ഒരു റൂമാക്കിയിട്ട്. അപ്പോൾ നമ്മളിപ്പം പുതിയ ഫിൽട്ടർ സെറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ഇതുണ്ടാ, ഇതാണ് നമ്മളിപ്പോൾ അരാപ്പൈമക്ക് വേണ്ടി ഉണ്ടാക്കിയ പുതിയ ഫിൽട്ടർ യൂണിറ്റ് കേട്ടോ. ഇതാ അതിൻ്റെ സിസ്റ്റം കണ്ട. ഇത് ഓട്ടോമാറ്റിക് തന്നെ ബാക്ക് വാഷും കാര്യങ്ങളെല്ലാം ആയിക്കോളും. എന്നാൽ വൃത്തിയായിക്കൊണ്ടിരിക്കും. എപ്പം നോക്കിയാൽ എപ്പം നല്ല ക്ലീൻ ആയിരിക്കും വെള്ളം. ഇതെല്ലാം ഓട്ടോ ബാക്ക് വാഷും കാര്യങ്ങളിലാണ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. മുന്നത്തെ വീഡിയോ നമ്മൾ പിന്നെ ഫിൽറ്ററിൻ്റെ കാണിക്കാമെന്നുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം സെറ്റ് ചെയ്ത് ആ രീതിയിലാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ട രണ്ടാമത്തെ ടാങ്കിലേക്ക് വാങ്ങിച്ച ഫിൽറ്റർ. അത് ടാങ്ക് ചെറുതായതുകൊണ്ട് അതിനനുസരിച്ചുള്ളതാണ് ഫിൽറ്റർ ഉള്ളത് കേട്ടോ. ഇത് 2 ഓട്ടോ ബാക്ക് വാഷാണ്. ബാക്ക് വാഷ് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ കച്ചറ എപ്പോഴാന്ന് പറയുന്ന അന്നേരം ബാക്ക് വാഷ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഫിൽറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. നല്ല എക്സ്പെൻസീവ് ആണ്, അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഒന്നും വരുന്നവർക്ക് അരാപ്പൈമനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടൽ തീരത്ത് നിന്ന് കിട്ടുന്ന മീൻ മാത്രമേ നമ്മൾ ഇവർക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ ഭയങ്കര മഴയും പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് നമുക്ക് മീൻ കിട്ടുന്നുണ്ടായില്ലല്ലോ, മീൻ പിടുത്തുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്നവർക്ക് അധികം ആൾക്കാർക്കും ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിന് ഞാനിപ്പം തന്നെ ക്ഷമ പറയുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ നമ്മൾ കണ്ടത്തിലും ഇതിലെല്ലാം പിന്നെ ഈ വെള്ളത്തിന് മഴ പെയ്യുന്ന സമയത്ത് ഏട്ട കയറും. ഏട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ് ഫിഷ്, എല്ലായിടത്തും എന്താ പറയുന്നതല്ല, നമ്മളുടെ ഏട്ടാന്ന് പറയാം. അപ്പോൾ ആ ക്യാറ്റ് ഫിഷ് കയറുന്ന അതിനെ കൊണ്ട് നമ്മൾക്ക് ഈ പരിസരവാസികൾ നമുക്ക് കൊണ്ടുതരും. അതിനെയാണ് നമുക്ക് ഇതിന് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ അറാപ്പിയും അത്യാവശ്യം നല്ല സൈസായി കിട്ടാം. നമുക്ക് അടുത്ത വീഡിയോയിലും കണ്ട് ഇതിനെ ഫീഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എന്താ എല്ലാവരും വന്ന് നിൽക്കുന്ന നോക്കിയേ. നല്ല അടിച്ചു വരും, നല്ല വിശന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോഴത്തെ കൈ കൊടുത്തിങ്ങണ്ടല്ലോ, നല്ല അടി അടിക്കും. ഇത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഇപ്പോൾ ഫീഡ് കൊടുക്കാനോ വന്നത്. അപ്പോൾ അതാണ് എല്ലാവരും വന്നിട്ട് എന്താ ബസ് പാർക്ക് ചെയ്ത പോലെ വന്നിട്ട് പാർക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് പാമ്പിനെ ഫീഡ് ചെയ്യാം അല്ലേ? ബാ. അപ്പോൾ ഇനി ആർക്കെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാനോ അതുപോലെ പിന്നെ മനക്കട്ടിയില്ലാത്തവരിലും വേണമെങ്കിൽ ഇതിനോട് കൂടിയിട്ട് വീഡിയോ അവസാനിപ്പിച്ചിട്ട് പോയിക്കോ. അപ്പോൾ അവരോട് മാത്രം ബൈ. അപ്പോൾ നമുക്ക്
ബാക്കിയില്ലേ ധൈര്യശാലികൾക്കുള്ള വീഡിയോ കാണാവാ. നമ്മൾ ഫസ്റ്റ് ടെഗുവിന് ഫീഡ് ചെയ്യുന്നുണ്ട്. ടെഗുവിന് സാധാരണ ചിക്കൻ തന്നെ കൊടുക്കുന്നത്. നമ്മൾ ഒരു ടെഗുവിന് പിന്നെ എന്താ പറയുക, കിഡ്നി സ്റ്റോണായിട്ട് നമ്മുടെ ടിറ്റു ഡോക്ടറെ അടുത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോണൊക്കെ റിമൂവ് ചെയ്ത് സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവൻ്റെ കൂടുള്ളത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അല്ല ഫുഡെല്ലാം എടുക്കുന്നുണ്ടായിനി. പക്ഷേ അവൻ്റെ പിന്നെ ഒരു ചെറിയ വയറിനൊരു വീക്കം പോലെ തോന്നിയത് കൊണ്ട് നമ്മൾ അത് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ പ്രശ്നമുണ്ട്. അപ്പോൾ അത് സർജറിയൊക്കെ കഴിഞ്ഞ് ആൾ സെറ്റാണ്. അത് കഴിച്ചോട്ടെ. ഇവർ പിന്നെ ഈ നല്ല മഴയും കാര്യങ്ങളിലെല്ലാം ഫുഡ് എടുക്കൽ കുറയും. ഇവർക്ക് നല്ല ചൂട് വേണ്ടല്ലോ. ചൂട് എടുക്കുന്നുണ്ടാകുമ്പോൾ ഇവരുടെ ഡൈജഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരൊക്കെ ഉണ്ടേ, നമ്മൾ ജപ നോക്കുന്നുണ്ടോ? ജപ പഠിക്കാൻ വരുന്ന കേട്ടാ നോക്കണേ. എന്താ നല്ല രസമാണ്, ഭയങ്കര ക്യൂട്ടാണ് നമുക്ക്. അപ്പം നമുക്ക് ഒരാൾ ഇപ്പോൾ അടി കൂടിയിട്ട് ഒരാൾ ചത്തിട്ടുണ്ട് കേട്ടോ. ഇവർ അടി കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാവേ. ഇവരെന്ന് പറഞ്ഞാൽ അത്രയും കൂട്ടത്തോടെ അങ്ങനെ ചെയ്യുന്നല്ലേ. അപ്പോൾ പിന്നെ എന്തെങ്കിലും അസുഖം വന്നിട്ട് ചത്താൽ മാത്രമേ നമ്മളിത് കൊടുക്കാണ്ടിരിക്കും. ഇവർക്ക് കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ സ്കങ്കിന് നമുക്ക് ഫസ്റ്റ് ഫീഡ് ചെയ്യാം. സ്കങ്കിന് അത്യാവശ്യം വലുതിനെ തന്നെ കൊടുക്കാം. എന്നാടാ പിടിച്ച് അത് കിട്ടിയില്ല. ഒന്ന് ഫ്രണ്ടിലേക്ക് പോയിക്കാം, മുകളിലേക്ക് പോയിക്കാം. അങ്ങനെ ഹെവി പ്രോട്ടീൻ ഫുഡാണ് സ്കങ്കൊക്കെ കഴിക്കണം. അടുത്ത ആളിതാ നമ്മളെ ബുഷ് ബേബി. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാ. വാടാ, എനിക്കല്ലേ ഇതാ വായിന്ന് വെള്ളമൊക്കെ ഉണ്ടാ കൊടുക്കല്ലേ. ഹാപ്പി, നമ്മൾ ഹാപ്പി ഉണ്ട് ഒരുമിച്ചാണ് കേട്ടാ. വാ, നീ ഇത് ഇവിടുന്ന് കറക്റ്റ് പിടിച്ചോ, എന്നാലേ അതിനെ വീഡിയോയിൽ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ആ ഏതപ്പ് എടുത്തോ. ഒരു മയയില്ലാത്ത പിടുത്തമാണ്. ആ പിടുത്തത്തിൽ തന്നെ ഭയങ്കര പവറാണ്. ഇവരെ പിടുത്തത്തിൽ തന്നെ ചാവും. അങ്ങനത്തെ പിടുത്തം പിടിക്കും. ഇതാണ് മൈസ് ഫീഡിങ്. ഒരു ദയവുമില്ല. ഓക്കെ, നീ കാണിക്കണ്ട മതി. നല്ലവണ്ണം കാണിച്ചു കഴിഞ്ഞാൽ ബ്ലഡോടുള്ള കളിയെല്ലാം ആകുമ്പോൾ യൂട്യൂബ് പിന്നെ നമ്മളെ വീഡിയോ പിന്നെ റെക്കമെൻഡേഷൻ കുറക്കും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഇവനിക്ക് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ജബന് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചെറിയ പിങ്കീസാണ്. ഇത് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇവനിക്ക് അത്രയും ചെറുതായതുകൊണ്ട്, ചെറിയ കുഞ്ഞിക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഇതിനെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കൊടുത്തു നോക്കാം. സാധാരണ കഴിക്കുമ്പോൾ തന്നെ സ്പോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ കഴിക്കാറില്ല. എന്നാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ നോക്കട്ടെ, നമ്മുടെ ഫോളോവേഴ്സിന് ഭാഗ്യമുണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ കഴിക്കും. ആ കൊടുത്തിട്ടുണ്ടേ. ഞാൻ അങ്ങോട്ട് കൈ കൊണ്ട് പോയിട്ട് കൊടുക്കുമ്പോൾ അത് ശരിക്കും കാണൂല വീഡിയോയിൽ. ആ ഇങ്ങോട്ട് വാ. ഇതാടാ. ആ ഓക്കെ, നോക്കി. ആയി വാ. ആ എടുത്തോണ്ട് ജപം കഴിക്കുന്നുണ്ടാ. ഇതാണ് ഫോക്സ്. ഇവരൊക്കെയാണ് സാധാരണ കഴിക്കട്ടാ. ആ ഒറ്റയടിക്ക് തിന്ന് നിർത്ത്. ഇനി അടുത്തതിനെ കഴിക്കാൻ വേണ്ടി വരും. ജപ്പാ ഓക്കെ. ഇതാ നോക്കണ്ടേ. എന്തെങ്കിലും മണപ്പിച്ച് നോക്കിയിട്ട് പോകുന്നുണ്ടാ. എന്താ രസമല്ലേ അതിൻ്റെ ചെവി നോക്കിയേ. തലനേക്കാളും വലുതാന്ന് ചെവി. ഇവിടെ വന്നാക്കല് ഭയങ്കര കൗതുകം വന്നിട്ട് എല്ലാവരും നോക്കും പിന്നെ കുറേ സമയം. ആ അതും കഴിച്ച്.
ഓക്കെ, ഇവന് ഫീഡിങ് എല്ലാം കറക്റ്റായി കേട്ടാ. ആൾ ഓക്കെ ആയി, സെറ്റായി. തിന്ന് കഴിഞ്ഞ് മതി. ആ അതിന് വേംസും കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പോൾ നമ്മൾ ജപനെ ഫീഡ് ചെയ്യുന്ന കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാമ്പിനെയും കൂടി ഫീഡ് കൊടുക്കാം അല്ലേ. ഓക്കെ വാ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ കൊയ്പ്പൂനെ കുറേ ദിവസമായി നല്ല ഡ്രൈ ആയിട്ട് കണ്ടിട്ട്. ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ടാ. രോമം നോക്കിയാൽ നല്ല പൊള്ളിയായിട്ട്. കൊയ്പ്പൂനെ ഞങ്ങൾ ഇത്ര വൃത്തിയിൽ കാണുകയില്ല കേട്ടോ. ഇവനെ നമ്മൾ അങ്ങനെ വൃത്തി എന്താ പറയുക, ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നോക്കുന്നതിൻ്റെ ഒരു ഗുണം വന്നിട്ടാ. അതിൻ്റെ രോമം നോക്കിയേ എന്ത് സ്മൂത്താന്ന് നോക്കിയേ. ഓ അടിക്കലടാ. ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാ. ഇങ്ങനെ ഇപ്പോൾ കാണലേയില്ല. എന്നാൽ മഴക്കാലമല്ലേ, മഴക്കാലത്ത് ഇവർ മഴയൊക്കെ നനഞ്ഞ് ആ ഒരു രീതിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ വെയിൽ വന്നപ്പോൾ എല്ലാവരും വെയിലത്തെല്ലാം പോയി. അയ്യോടെ മൂത്രയിച്ചു. ആ പൊട്ട് സാറില്ല. രസല്ലേ. ഇതിപ്പോൾ നമ്മളൊരു പെരിച്ചായിൻ്റെ വലുപ്പമുണ്ട് അല്ലേ. വാ പോയിക്കോ. പല സ്ഥലത്തു നിന്ന് ആള് ഒളിഞ്ഞൊളിഞ്ഞ് നോക്കണ്ട, അവിടെ എല്ലാം ഉണ്ട്. ഓക്കെ വാ. അപ്പോൾ നമ്മളിതാ പാമ്പിൻ്റെ സെക്ഷനിലെത്തിയേ. നമ്മുടെ റെഡ് ബോവൻ്റെ എൻക്ലോസർ നോക്കിയേ എങ്ങനെയുണ്ട്. ഇതെല്ലാം നമ്മൾ നാച്ചുറലായിട്ട് അന്നേ വെച്ചു കൊടുത്ത മരങ്ങളാണ്. അതെല്ലാം ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട്. ചില സമയത്ത് ഈ പാമ്പ് നല്ല ടൈറ്റായിട്ട് ഇഴഞ്ഞ് നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ്. ഓ ഇതിൻ്റെ പിന്നെ ആ ഗ്ലോസ് ഇതുണ്ട, നല്ല ഹെൽത്തി ആയതിൻ്റെ ലക്ഷണമാണ്. ശരിക്കും ഇങ്ങനെ നമ്മളൊരു വെൽവെറ്റ് പോലെ കാണുന്നുണ്ട് സൈഡിലൊക്കെ ഉണ്ടാ. അതുണ്ട്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ നോക്കിയാൽ, ഈ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ വന്നത് ഫുള്ളായിട്ടുണ്ട്. ഭയങ്കര രസമാണ്. ഇവിടെ ഒന്നും ഇല്ല, പിന്നെ ഇതൊന്നും കണക്ഷൻ ഇല്ല. ഇവിടുന്ന് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അതൊറ്റ കണക്ഷനാണ്. ബാക്കിയെല്ലാം ഇങ്ങനെ പീസ് ആയിട്ടാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത്. നല്ല രസമില്ലേ. ഇങ്ങോട്ട് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതാ നോക്കി വീടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നതാ. ഏതാന്ന് നോക്കി ഇങ്ങനെ 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 പോയിട്ട് നല്ല രസമില്ലേ. അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. ഇതേതാ പാമ്പെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? നമ്മൾ മാക്ബുക്കിൻ്റെ ബോക്സിൽ വന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സർപ്രൈസ് വീഡിയോ വന്നിട്ട് കാണിച്ചിട്ടുണ്ടായി. അത് കുറേ ആൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും രണ്ട് വ്യൂവേഴ്സാണല്ലോ. എല്ലാവരും എല്ലാം കാണുന്നുണ്ടോന്നല്ല. കുറച്ച് പേരെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ, കുറച്ച് പേരെ യൂട്യൂബിലുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടുന്നതെന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോസാണ് കേട്ടോ അധികം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കൊടുത്തോക്കാം. ഇവനിക്ക് കൊടുക്കാം. ഞാൻ സാധാരണ ഇതിൻ്റെ അകത്തുനിന്ന് കൊടുക്കാറില്ല കേട്ടോ. നമ്മളൊരു ബോക്സിലാക്കിയിട്ട് പുറത്തുനിന്നാണ് ഫീഡ് ചെയ്യുക. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു അറ്റാക്കിങ് ടെൻഡൻസി ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ ഇതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ചേർത്ത് മതി. ആ ഇവന് ശരിക്കും വലുതിനൊക്കെ കഴിക്കോട്ടാ, കുഴപ്പമില്ല. നമുക്ക് ഇതിനെ കൊടുക്കാം. നമുക്ക് ഈസി ആയിട്ട് പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഓ ഏത് ഫാസ്റ്റായിട്ട് അടിച്ചു നോക്കിയേ. വീടലും അടിക്കലെല്ലാം ഒരുമിച്ചാണ്. നമ്മൾ പണ്ടേ ഞാൻ ഈ മലമ്പാമ്പലും പിന്നെ നമ്മളൊക്കെ വിഴുങ്ങുമെന്നെല്ലാം പറയുന്നേക്കുമ്പോൾ നമ്മൾ വിചാരിക്കലുണ്ട് അതെന്താ വിഴുങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഊരി എടുത്താൽ പോരെന്നൊക്കെ. പിടിക്കുന്ന സ്പീഡ് ഉണ്ടാ, ഒരു സെക്കൻഡ് വരെ ആയില്ല. അതിൻ്റെ ഉള്ളിലാണ് ഈ നമ്മളെ മൊത്തം ചുറ്റി വരിക ഇവർ. അപ്പോൾ പാമ്പിൻ്റെ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ചില സമയത്ത് നമ്മൾ അങ്ങനെയെല്ലാം വിചാരിക്കുന്നുണ്ടോ നമുക്ക് ഇങ്ങനെ ചുറ്റിപ്പിഴിഞ്ഞ് നമുക്ക് നല്ല ഈസി ആയിട്ട് എടുക്കാം. നമ്മൾ കടിക്കലും ചുറ്റലും പിണയലെല്ലാം ഒരുമിച്ചാണ് കേട്ടോ. ഇതാ ഇനി അതിനെ കൊന്ന് പിന്നെ മെല്ലനെ അതിൻ്റെ തലഭാഗത്താകട്ടാക്കി ഇങ്ങനെ വിഴുങ്ങുന്നേ കാണാം. അത് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന നേരം കുറേ സമയം നമ്മൾ വീഡിയോ പിടിച്ച് നിൽക്കേണ്ടി വരും. ഓക്കെ, അതേപോലെ നമുക്ക് ഇപ്പം നമ്മൾ റെഡ് ടെയിൽ ബോവൊക്കെ കൊടുത്തത്, അടുത്ത് നമുക്ക് റെഡ് ടെയിൽ ബോവൊക്കെ തന്നെ കൊടുക്കാം അല്ലേ. അടുത്ത റെഡ് ടെയിൽ ബോവ് ഇതാ. ഇവനും ആ ഹെൽത്ത് ഇത് കാണിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ സ്കിൻ നോക്കി ഇത് പാമ്പ് എത്രത്തോളം ഹെൽത്തിയാണെന്നുള്ളത് മനസ്സിലാവും. ആ ഒരു ചെറിയൊരു വയലറ്റ് ഗ്ലോസി ഇങ്ങനെ കാണുന്നുണ്ടോ, അതിൻ്റെ മേലൊരു ആവരണം ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാവുന്നുണ്ട്. അതാ ശരിക്കും മനസ്സിലാവുന്നുണ്ട് വീഡിയോയിൽ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാമ്പുകളെ അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ചെറിയ ഇതിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കടന്നോട്ടെ, നിങ്ങൾ എൻ്റെ കൈ കഴിയുമ്പോൾ വീഡിയോ കിട്ടൂല. അതാ
അതാ പാമ്പിനെ കടിയിട്ടാ ആ എലി പാമ്പിനെ കടിച്ച്. പിന്നെ അത് വിടൊന്നുമില്ല. അതെന്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് അത് ചാവും. കടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവർ ഇതേപോലത്തെ എലിയാണെങ്കിൽ ഒരു 5-6 കഴിക്കോട്ടെ. ഞാൻ വലിയ എല്ലാം കൊടുക്കണമെന്ന് വെച്ചാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പിടിക്കുന്നത് കാണാനെങ്കിൽ നമുക്ക് ഇതാ നല്ലത്. അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വീഡിയോ കാണുന്നവർക്ക് ഒന്നും കൂടി ക്രൂരമായിട്ട് തോന്നും വലുതിനെ കൊടുക്കുമ്പോൾ. ഇതാകുമ്പോൾ വളരെ സ്മൂത്തായിട്ട് കാര്യം കഴിയും. അതിനിങ്ങനെ ഞെരുക്കുന്നുണ്ടാ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവർ മെല്ലെ ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് കാണിച്ചാലേ വാ. അവൻ ആദ്യത്തത് ഫുഡ് എടുക്കാൻ തുടങ്ങിയതാ. അത് കൊന്ന് എനിക്ക് ഇതാ അതിൻ്റെ അകത്തുനിന്ന് വിരിച്ച് ഇതാ പുറത്തേക്ക് എടുത്ത് അവൻ്റെ തലഭാഗത മെല്ലെ നമ്മൾ പിന്നെ ഇതിൻ്റെ വാ കാണുമ്പോൾ അത്ര വലുതാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആദ്യം. പക്ഷേ ഇത് വലിയതാവട്ടാ. കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നമുക്ക് അടുത്തത് ഇത് നമ്മുടെ കോൺ സ്നേക്ക് നല്ല വെള്ളത്തിൽ കിടക്കുന്നുണ്ടാ. ഈ സമയത്ത് ഫുഡ് എടുക്കൂല കേട്ടോ. ഇതിപ്പോൾ റിലാക്സ് ചെയ്യുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞ് ഇതിന് മേലെ നമ്മൾ ഹീറ്റർ വെച്ചിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ മേലെ പോയി നിൽക്കുക ചെയ്യുക. എടുക്കുമ്പോൾ തന്നെ ഹീറ്റ് അടിക്കും. ഇതിന് മേലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ കോൺസേക്കിൻ്റെ പറഞ്ഞാൽ നല്ല ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്. പട 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 പട. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര വലുതാന്ന് നോക്കിയേ. അത് ആ ഇതിൽ കാണുമ്പോൾ ചെറിയ പാമ്പ് എന്നല്ലേ വിചാരിച്ചേ. അടിപൊളി. ഇനി നമുക്ക് ഇപ്പുറത്തുള്ളതും അതേപോലെ തന്നെ പിന്നെ ഇത് ഗ്രീൻ ട്രീ പൈത്തണിൻ്റെ ബോർഡാണെങ്കിലും നമ്മളുള്ളത് ബോൾ പൈത്തണാണ് കേട്ടോ. ആ ഗ്രീൻ ട്രീ പൈത്തണ് നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ കുറുപ്പിനെ കാണണ്ടേ. കുറുപ്പിനെ കണ്ടിട്ട് കുറേ കാലയില്ലേ. അവിടെ കുറുപ്പിന് ഈ ഒരു കാര്യം ചെയ്യും. കുറുപ്പിന് ഒരു വലിയ എല്ലിനെടുത്ത് നമുക്ക് അത് കൊടുക്കുന്ന കാണിക്കാമല്ലോ. കുറുപ്പിനും കൂടി ഫീഡ് ചെയ്യുന്ന കാണിക്കാം. ആ സമയത്ത് എല്ലിനെടുത്തോണ്ടിരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് കാണിച്ചേ. അവിടെ ഇത് ഏത് ഇല്ലില്ല, ഉള്ളിലേക്ക് കയറുന്ന അത്ര കഴിച്ച് കഴിഞ്ഞിട്ടില്ല. ഇവർ സ്ലോലി കഴിക്കുക. പിടിക്കൽ മാത്രമാണ് ഫാസ്റ്റ്. പിന്നെ സ്ലോലി അകത്തോട്ടേക്ക് പോവുള്ളൂ. നമ്മളെ ക്യാമറാമാൻ മിസർ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ക്യാമറനോട്. എന്തെങ്കിലും വല്ലതും നടക്കും മിസറേ? നമ്മൾ ഇവിടുന്ന് സാധാരണ പിടിച്ചിട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇത് നമ്മൾ ഡിസ്പ്ലേ വെക്കുന്നത് അതേപോലെ ബ്രീഡിങ്. നമ്മൾ ബ്രീഡിങ് ഉള്ളത് വേറെ തന്നെ എടുത്തിട്ട് അവിടെ നിന്നാണ് ഫീഡ് ചെയ്യുന്നത്. അതാണ് പിന്നെ ഇപ്പോൾ അവിടെ വലുതില്ലാത്തതുകൊണ്ടാണ് തൽക്കാലം ഇതിനൊന്നും എടുക്കുന്നത് കേട്ടോ. അതിൽ വലുതാകുന്നത്രേ. അതുകൊണ്ട് ചെറിയ പിന്നെ എലിനെ കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം കൂടി പറഞ്ഞാൽ ഇതെന്താ, ഒരു പ്രസവത്തിലുള്ള കുട്ടികൾ നോക്കിയാൽ നിങ്ങൾ തന്നെ എണ്ണി നോക്കി എത്ര ഉണ്ട്. ഒരു പ്രസവത്തിലുള്ള കുട്ടികളാണത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 കുട്ടിയുണ്ട്. ഇത്ര അധികം ബ്രീഡാവും ഇത്. ഓരോന്നും അങ്ങനെ കുട്ടികൾ കിട്ടും. നല്ല ഫുഡ് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്രീഡിങ് ചറ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവർക്കെല്ലാം ഫീഡ് ചെയ്യാൻ നല്ല സുഖമാണ്. അത്രയും അധികം ബ്രീഡാവും കേട്ടോ. ഇവരെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പേറ്റ് പെരുകി ആകെ പണിയാവും. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഇത്രമാത്രം ഫീഡ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ബ്രീഡ് ചെയ്യുന്നതും. അതേപോലെ നമുക്ക് അത്ര അധികം ബ്രീഡാകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ കോഴിയെല്ലാം നമ്മൾ അങ്ങനെയല്ലേ കഴിക്കുന്നത്. നമുക്ക് തിന്നാനായിട്ട് മറ്റേ പ്രൊഡക്ഷൻ ഉള്ളതല്ലേ. അതേപോലെയാണ് നമ്മൾ എലിൻ്റെ സെക്ഷനും കാണേണ്ടത് കേട്ടോ. ആ രീതിയിൽ നമ്മൾ സെൻറ്റിമെൻറ്റ്സോട് കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നിനും വളർത്താൻ കഴിയില്ല. എന്നാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂരനും കൂടി ആണെന്നല്ലേ. ഓക്കെ, സംഭവം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു വലിയ നമ്മൾ കുറുപ്പിന് ഇതണ്ട അത്യാവശ്യം വലിയ എലി തന്നെ കേട്ടോ. കണ്ടല്ലേ? ഓക്കെ, വാടാ കുറുപ്പ് മുത്തേ. ഇതാ ഓ ഏതാ അടി. കുറുപ്പ് തന്നെ ഇപ്പം. കുറുപ്പ് പണ്ട് മറ്റേ ഗുഹൻ്റെ ഉള്ളിൽ കയറിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാ. ഗുഹയെല്ലാം പൊട്ടിച്ച് 2-3 ദിവസത്തെ പണിയാണ്. ലക്ഷങ്ങളെ മുതലാണ് അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവൻ കഴിച്ചാ എടാ ഇത് കഴിച്ച് അതെത്തി. അതാ ഇങ്ങനെ പോവും. ഇനിയിപ്പോൾ അകത്തോട്ട് സ്മൂത്തായിട്ട് അങ്ങ് പോകുമ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇവൻ ഇതെടുത്ത് ഏകദേശം ഫുള്ളായിട്ടുണ്ട്.
അടുത്ത റെട്ടിൽ പോവാം. ഫീഡ് എടുക്കുന്നത് കാണണം. ഇതാ നോക്കിക്കോ. കണ്ടാ ഫുള്ളായിട്ട് വിഴുങ്ങി. ഓക്കെ, സെറ്റ്. ഇനിയിങ്ങനെ അതിങ്ങനെ മടക്കി അതിനകത്തോട്ടേക്ക് ഫുഡ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? എലി എലി ഇതാ ഇത് എല്ലാം കഴിക്കുന്നത് ഇപ്പം പിടിച്ചതുണ്ട് ഇവിടെ, നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ആ ഫീഡിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറുപ്പ് എന്തായി നോക്കാം. കുറുപ്പിനെയും കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇതാ അത് പിടിച്ചിട്ടുണ്ട് അത്ര. എന്നെ അത് ഇതായില്ല, മരിച്ചില്ല. അത് മരിക്കുന്നവരെ അത് വെയിറ്റ് ചെയ്തിട്ടാണ് അത് കഴിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിച്ചോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.